മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തുടങ്ങി 7 എതിർകക്ഷികൾക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശന വിധി ഉള്ളതുകൊണ്ടാണ് കേസ് പരിഗണിക്കുന്നതെന്നും എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നതെന്നും സുപ്രീം കോടതി വിശദമാക്കി. സ്ത്രീകളെ മുസ്ലിം പള്ളികളിൽ കയറുന്നതിൽ നിന്ന് ആരാണ് തടയുന്നതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. സ്ത്രീകൾ പള്ളികളിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ച സുപ്രീം കോടതി മക്കയിൽ എന്താണ് സാഹചര്യമെന്നും തിരക്കി. മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, അമ്പലങ്ങൾ എന്നിവ സർക്കാർ സംവിധാനമല്ലെന്ന് ജസ്റ്റിസ് ബോബ്ഡെയുടെ നിരീക്ഷണം. സർക്കാർ ഇതര സംവിധാനത്തിൽ തുല്യത അവകാശപ്പെടാൻ സാധിക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ആരെങ്കിലും അവരുടെ വീട്ടിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചാൽ അതിന് പോലീസ് സംരക്ഷണം തേടാൻ കഴിയുമോ എന്നും ജസ്റ്റിസ് ബോബ്ഡെ ആരാഞ്ഞു. മുസ്ലിം പള്ളികളിൽ വനിതകൾക്കും ആരാധനാ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞത്. ജസ്റ്റിസ് എസ് ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം ദമ്പതികളാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പൂനെയിൽ വ്യവസായികളായ യാസ്മീൻ സുബീർ, അഹമ്മദ് പീർസാദെ, സുബീർ അഹമ്മദ് നാസിർ, അഹമ്മദ് പീർസാദ് എന്നിവരാണ് ഹർജിക്കാർ. മുസ്ലിം പള്ളികളിൽ വനിതകളെ പ്രവേശിക്കുന്നത് വിലക്കുന്നത് ഭരണഘടനയുടെ 14, 15, 21, 25, 29 വകുപ്പുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വ്യക്തി നിയമങ്ങളിൽ നിലനിൽക്കുന്ന അന്തരം ഒഴിവാക്കി ഏക സിവിൽ നിയമം ഉറപ്പാക്കണമെന്ന ഭരണഘടനയുടെ 44 അനുച്ഛേദത്തിന്റെ ലംഘനമാണ് വിലക്കെന്നും ഹർജിയിൽ പറയുന്നു. പൂന ബോപ്പോഡിയിലെ മുഹമ്മദിയ ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് കയറാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് യാസ്മിൻ സുബീർ അഹമ്മദ് പീർസാദെ പള്ളി ഇമാമിന് കത്ത് നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടെങ്കിലും സഹായം ലഭിച്ചില്ലെന്നും ഹർജിക്കാർ പറയുന്നു. സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിച്ച് ആരാധന നടത്തരുതെന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയോ വിശുദ്ധ ഖുറാനോ ഒരിടത്തും പറയുന്നില്ലെന്നും ഖുറാൻ സ്ത്രീ പുരുഷ വിവേചനത്തെ സാധൂകരിക്കുന്നില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരാണ് ഹർജിയിലെ ഒന്നാം എതിർകക്ഷി. കേന്ദ്ര വഖഫ് കൗൺസിൽ, മുസ്ലിം വ്യക്തി നിയമന ബോർഡ് ഉൾപ്പെടെ 6 കക്ഷികൾ കൂടി ദമ്പതികളുടെ ഹർജിയെ എതിർത്ത് രംഗത്തുണ്ട്. നിലവിൽ രാജ്യത്തെ ചില ജമാഅത്തെ ഇസ്ലാമി പള്ളികളിലും മുജാഹിദ് ആരാധനാലയങ്ങളിലും മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും ഉള്ളത്. പ്രബലമായ സുന്നി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളികളിൽ സ്ത്രീകൾക്ക് വിലക്കുമുണ്ട്. വെബ് ഡെസ്ക്, കൈരളി ന്യൂസ്.